നമ്മളിന്ന് പോകുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരി ഡച്ച് പാലസും അതുപോലെ സിനഗോഗും. ഇപ്പൊ സിനഗോഗിന്റെ അകത്താണ് ഞാനുള്ളത്. ഇപ്പൊ സിനഗോഗിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ഇന്ത്യൻസിന്. ഇതാണ് സിനഗോഗിന്റെ അകത്തെ കാഴ്ചകൾ. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടർ നേരെ മുമ്പിലത്തെ റൂമിലേക്ക് പോയാൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അവരവിടെ കൊടുത്തിട്ടുണ്ട്. സിനഗോഗിനകത്തിൽ ഈ ടൈൽസ് ഉണ്ടല്ലേ, ഒരു ടൈൽസ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോ, ബ്ലൂ ഇങ്ക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്. ഇതാണ് സിനഗോഗിൻ്റെ ഡീറ്റെയിൽസ്. 450 വർഷം പഴക്കമുണ്ട് ഈ ഒരു സിനഗോഗിന്. നമ്മൾ സിനഗോഗിൽ പോയാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് പോയിട്ട് അതിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ കാണുന്നത് മുൻപ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ എലിസബത്ത് രാജ്ഞി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയത്. ഈ കാണുന്നതൊക്കെ ഈ മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളാണ്. സിനഗോഗിന്റെ പുറത്തെത്തി. അപ്പോൾ അതിനകത്ത് രാജാവിൻ്റെ കിരീടമുണ്ട് മ്യൂസിയത്തിനുള്ളിൽ താഴത്ത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുപോലെ പണ്ടത്തെ സ്റ്റാമ്പ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മട്ടാഞ്ചേരി അല്ല കൊച്ചിയിൽ വരുന്നവരെന്തായാലും മട്ടാഞ്ചേരിയും അതുപോലെ തന്നെ ഈ ഒരു സിനഗോഗും ഡച്ച് പാലസും ഒരു സ്ട്രീറ്റിലൊക്കെ എന്തായാലും വരിക. അതുപോലെ ഇവിടെ വാട്ടർ മെട്രോ ഉണ്ട്. അപ്പോൾ വാട്ടർ മെട്രോയിൽ നമുക്ക് നേരെ ഇവിടുന്ന് മറൈൻ ഡ്രൈവിലേക്കും പോവാം. ഇതാണ് ജൂ സ്ട്രീറ്റ്, സിനഗോഗിലേക്കല്ലേ പോകുന്ന വഴിയത്. അപ്പോൾ ഭയങ്കര രസമാണ്. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് വന്നാൽ ഒരുപാട് ആംഗിളിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല അടിപൊളി ഷോപ്പും, ഇവിടുത്തെ എല്ലാ ഷോപ്പിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ ആ ഒരു പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലാണ്. നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇതാണ് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ മട്ടാഞ്ചേരി വരുന്നവർക്ക് ഇവിടുന്ന് നേരെ ഫോട്ടോ വെച്ചിക്കും പോവാം, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലേക്കും ഇവിടുന്ന് വാട്ടർ മെട്രോയിൽ പോവാം. അതാകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല, വാട്ടർ മെട്രോയിൽ കയറുകയും ചെയ്യാം. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ വാട്ടർ മെട്രോന് മട്ടാഞ്ചേരിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഹൈക്കോർട്ടിലേക്ക് എടുത്താൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ പോയി അവിടുന്ന് ഹൈക്കോർട്ടിലേക്ക് പോകും. ഇതുപോലെയാണ് വാട്ടർ മെട്രോൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഇതാണ് വാട്ടർ മെട്രോന്റെ അകത്തുനിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ ഇവിടുന്ന് കാണാം. അതുപോലെ തന്നെ ചില സമയത്ത് ഡോൾഫിന് നമുക്ക് ഇവിടുന്ന് വാട്ടർ മെട്രോയിൽ പോകുമ്പോൾ കാണാൻ കഴിയും. ഡോൾഫിന് ഈ കാണുന്ന 5 ബിൽഡിങ് സിമെട്രിക്കൽ ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഇതങ്ങനെ അധികം ആൾക്കാരും നോട്ടീസ് ചെയ്യാത്തൊരു സംഭവമാണ്. മെട്രോ ഹൈക്കോർട്ട് ജംഗ്ഷൻ. മറൈൻ ഡ്രൈവ് വരുന്നവർ എവിടെയാണ് ഇറങ്ങേണ്ടത്? ഈ കാണുന്ന നേരെ പോയാൽ മറൈൻ ഡ്രൈവിലേക്ക് എത്തി.